ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നലെ എനിക്കൊരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ റിസപ്ഷന് പോയപ്പോൾ നമ്മുടെ ഫാമിലിയിലെ കുറേ പേരെ എനിക്ക് കാണാൻ പറ്റി. ആ കുറേ പേരെ കണ്ടതിൽ ഉള്ള സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേങ്കിൽ അവർക്കുണ്ട് അതിനെക്കാട്ടി 100 ഇരട്ടി എനിക്ക് സന്തോഷമുണ്ടായി. ആക്ച്വലി ഇന്നലെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അപ്പൂസ് പറഞ്ഞായിരുന്നു, അമ്മയുടെ ഫാമിലിയിലുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെയൊക്കെ ആര് വരാനാ, ആരും ഉണ്ടാവത്തൊന്നും ഇല്ലടാ എന്നിങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു. പക്ഷേങ്കിൽ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ കുറേ പേര് എന്നെ കണ്ടിട്ട് എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ റിസപ്ഷന് പോയി ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടി മുമ്പേ എൻ്റെ വയറും നിറഞ്ഞു, എൻ്റെ മനസ്സും നിറഞ്ഞു കേട്ടോ. അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊണ്ട് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ എന്നെ ആരും പേഴ്സണലായിട്ട് പ്രത്യേകിച്ച് അറിയണമെന്നില്ലല്ലേ. നമ്മളെല്ലാവരും കാണുന്നത് പോലെ ഒരു വ്യക്തിയെ കാണുന്നു എന്നല്ലേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എന്നെ കൂടുതൽ ആൾക്കാർ അറിയുന്നു എന്നറിയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരറിഞ്ഞിട്ട് ഓടി വന്ന് എന്നോട് മിണ്ടുകയും അവരുടെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇന്നലെ കുറേ പേരെ കാണാൻ പറ്റി. ആ ഒരു സന്തോഷം എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്കിലും അത് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കത്തില്ലെന്നുള്ള രീതിയിൽ ആൾക്കാർ ഓട്ടമാണ്. അതെന്താണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായോ? വേറൊന്നുമല്ല, മരണം. ഏത് നിമിഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാം ഒന്ന് മുൻകൂട്ടി അറിയാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ചെറിയ സൂചനകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻകൂട്ടി കിട്ടും. പക്ഷേ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സൂചനയില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സംഭവമാണ് മരണം. പക്ഷേ എങ്കിൽ അതൊന്നും ഓർക്കാതെ ആൾക്കാർ എങ്ങനെ പണം ഉണ്ടാക്കണം, ഏത് രീതിയിൽ സമ്പാദിക്കണം, മറ്റുള്ളവർ ഏത് രീതിയിൽ ചതിച്ചിട്ടായാലും കുഴപ്പമില്ല, എങ്ങനെ സമ്പാദിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ജീവിതം ഭയങ്കര സന്തോഷത്തോടും സൗകര്യത്തോടും കൂടിയൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. പക്ഷേ എങ്കിൽ ഈ സമ്പാദിച്ച് വെച്ചത് അത് അനുഭവിക്കാൻ നമുക്ക് യോഗം ഉണ്ടാകുന്ന പോലും ചിന്തിക്കാതാണ് മനുഷ്യർ ഇങ്ങനെ ഇടന്നു ഓടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് എത്രത്തോളം ഷോർട്ടെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഷോർട്ടാണ് അല്ലേ. ഏത് സമയമാണ് എന്ത് സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ കിട്ടുന്ന സമയത്തിൽ നമ്മൾക്ക് ആരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നോ, നമുക്ക് ചിരിക്കാൻ പറ്റുന്നോ, നമുക്ക് നമ്മളുടെ സന്തോഷം എക്സ്ട്രീമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ആരുടെത്താണ് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മളുടെ സന്തോഷവും നമ്മളുടെ ദുഃഖവും നമ്മുടെ പ്രയാസവും ഒക്കെ നമുക്ക് എക്സ്ട്രീമായിട്ട് ആരോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നോ ആ വ്യക്തിയുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക, അവരോട് കൂടുതലായിട്ട് സംസാരിക്കുക, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയങ്ങളൊക്കെ അവരുടെ കൂടെ ചെലവഴിക്കുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ തരും. അതുപോലെ തന്നെ നമ്മളുടെ പരിമിതിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം സന്തോഷം കണ്ടെത്താൻ പറ്റുക, അങ്ങനെ സന്തോഷം കണ്ടെത്തുക. അതുപോലെ തന്നെ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു റോഡിൽ കൂടെ പോകുന്ന സമയത്ത് അവിടെ നല്ല വഴിയുണ്ടാവാം, കട്ടറുള്ള വഴിയുണ്ടാവാം എന്ന് പറയുന്നത് പോലാണ് ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും ചില സമയത്ത്. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ദുഃഖം ഉണ്ടാവാം, പ്രയാസങ്ങളുണ്ടാകാം, പരിഭവങ്ങളുണ്ടാവാം. ഇതൊക്കെ ജീവിതത്തിലൊരു ഭാഗമാണ്. പക്ഷേങ്കിൽ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുന്ന സമയത്തും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒലഞ്ഞു പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സ്പിരിച്വൽ ലൈഫ് ഉണ്ടാവണം. നമ്മൾ ജീവിക്കുന്നത് കൂടുതലായിട്ട് ദൈവികമായിട്ട് ജീവിക്കണം. നമ്മൾ കൂടുതലായിട്ട് ദൈവികമായിട്ട് ജീവിക്കുന്ന സമയത്ത് എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതികൂലം വന്നാലും ഉണ്ടല്ലോ, നമ്മൾ ആടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വീഴാൻ പോകുന്നു എന്നൊരു സാഹചര്യം വന്നാലും അവിടെ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന് സാക്ഷിയായ വ്യക്തിയാണ് ഞാൻ. കാരണം വെച്ചാൽ ലൈഫിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ ഓർത്തിട്ട് ഞാൻ സങ്കടപ്പെട്ടിട്ട് ഞാൻ അവിടെ ഇരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയത്തില്ല. ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവർക്കും ചെറിയ ചെറിയ വിഷയങ്ങളെ അതിനെ വലുതാക്കി അതിന് പ്രശ്നങ്ങളാക്കി കുടുംബസമാധാനം നഷ്ടപ്പെടുത്തി അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ എത്ര നാൾ ഈ ഭൂമി ജീവിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൂടിയില്ല അല്ലേ. ആർക്കും ഉറപ്പില്ല നമ്മൾ എന്ന് പോകും ഏതാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ പങ്കാളിക്ക് കൊടുക്കാൻ പറ്റുന്ന അല്പ സന്തോഷം, നമ്മുടെ പങ്കാളി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും നമ്മളെ ഓർക്കാൻ പറ്റുന്ന ചില ഓർമ്മകൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നൊരു ദിവസം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും അത് കൊടുത്ത് മുന്നോട്ടങ്ങ് ജീവിക്കുക. അല്ലാതെ എപ്പോഴും ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് പ്രശ്നമാക്കി അവിടെ ഒരു വലിയൊരു ഇഷ്യൂ ആക്കി കുടുംബസമാധാനം കളഞ്ഞ് അതുപോലെ തന്നെ മക്കളുടെ മുന്നിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായി മക്കൾ അത് കാണുന്നു, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ജീവിതത്തെ അത്ര കെയർലെസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ പരിമിതികൾ ഇത്രയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ജീവിച്ചു നോക്കിയേ. ജീവിതം എത്ര സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്ന് അറിയാമോ? അതുപോലെ തന്നെ എപ്പോഴും നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു സ്പിരിച്വൽ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഞാൻ ഏത് മതമെന്നോ ജാതി ഒന്നും പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥനയോടെ ദൈവികമായിട്ട് മറ്റുള്ളവരെ ചതിക്കാതെ സത്യസന്ധമായിട്ടൊന്ന് ജീവിച്ചു നോക്കിയേ. ജീവിതത്തിൽ 100% സക്സസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്.
അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.